കേരളൻ മുംബൈയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ച് ആ ഭാഷയുടെ ഉന്നമനത്തിനും അതിൻ്റെ പ്രോത്സാഹനത്തിനും വേണ്ടി നിലകൊള്ളുന്ന നല്ല രണ്ട് വ്യക്തിത്വങ്ങളാണ്. മലയാള മിഷൻ മുംബൈ ചാപ്റ്ററിൻ്റെ ചാലകശക്തിയായ ജനറൽ സെക്രട്ടറി ശ്രീമതി റീന സന്തോഷ്, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ്. ഇവർ രണ്ടുപേരും നമ്മളോട് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. റീനാജിയോടാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. മലയാളം മിഷൻ ഇത്ര വർഷം മുംബൈയിൽ വർക്ക് ചെയ്തിട്ടും പല മലയാളികൾക്കും ഇതിനെപ്പറ്റി കൂടുതലൊരു അവബോധം ഉണ്ടായിട്ടില്ല. അതിനൊക്കെ പുറമെ മലയാള ഭാഷ പ്രചരണ സംഘവും ഇതും എന്താണ് അതിനകത്ത് വ്യത്യാസം എന്നുള്ളതും രണ്ടിൻ്റെയും അസ്തിത്വം എന്താണെന്നും ഒരു പകുതി പോലും മലയാളികൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചോളം ഞാൻ സ്ഥിരമായിട്ട് പ്രചരണ സംഘത്തിൻ്റെ കോമ്പറ്റീഷനിൽ വന്ന് പല പ്രാവശ്യം എനിക്ക് സ്ഥാനങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെനിക്ക് പോലും ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ ആയിട്ടില്ല. ആദ്യമായിട്ട് അതൊന്ന് പറഞ്ഞു തരണം, അതാണ് അത്യാവശ്യം വേണ്ടത്. സർ, നമ്മൾ 2011 മലയാള മിഷൻ്റെ മുംബൈയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. 2011 തുടങ്ങിയ മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വരുന്ന ജൂലൈയിലേക്ക് 15 വർഷം തികയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സമാജങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് മലയാളികൾ കൂടുതൽ അവരുടെ പ്രവർത്തന മേഖല ഉള്ളത്. സാംസ്കാരിക വകുപ്പിൻ്റെ അണ്ടറിലുള്ള മലയാള മിഷൻ്റെ പ്രവർത്തനം ഇന്ന് 126 ചാപ്റ്ററുകളിലേക്കും അത് ഇന്ത്യക്ക് പുറത്ത് 70-ൽ കൂടുതൽ രാഷ്ട്രങ്ങളിലേക്കും അതുപോലെ തന്നെ 25ഓളം സംസ്ഥാനങ്ങളിലും ഇന്ന് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇന്ന് മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾ മുംബൈയിൽ പല ആൾക്കും അറിയില്ല എന്നതിലുപരി എൻ്റെ ഒരു കണ്ടെത്തലെന്ന് പറഞ്ഞാൽ മുൻപുള്ളതിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടാണ് ഇന്ന് മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പല മലയാളി കുടുംബങ്ങളിലേക്കും മലയാള മിഷൻ്റെ പ്രവർത്തകർ വർഷാവർഷക്കാലം പല പരിപാടികളായിട്ട് എത്തുന്നുണ്ട്. മുംബൈയിൽ 12 മേഖലകളിലായിട്ട് മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങൾ, മുംബൈയിൽ മാത്രമല്ല, മുംബൈ, റായ്ഗഡ്, താനെ, നാസിക്, കൊങ്കൺ, ഇങ്ങനെ പല ഏരിയകളിലായിട്ട് നമുക്ക് 12 മേഖലകളുണ്ട്. ഈ 12 മേഖലകളിലെ മലയാള മിഷനിലേക്ക് വരുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാന പരിപാടിയായ ഗൃഹസന്ദർശന പരിപാടിയാണ്. ഗൃഹസന്ദർശന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വർഷവും ചെയ്യുന്നത് കുട്ടികളെ 6 വയസ്സാകുമ്പോഴാണ് മലയാള മിഷനിലേക്ക് കുട്ടികൾ നമ്മൾ സ്കൂളിലെ പോലെയാണ് ചേർക്കുന്നത്. അപ്പോൾ 6 വയസ്സായുള്ള കുട്ടികളെ അവരുടെ വീടുകളിൽ പോയി കണ്ടെത്തുക മാത്രമല്ല നമ്മളുടെ ഉദ്ദേശം. മലയാള മിഷൻ്റെ പ്രവർത്തകർ ടീമായിട്ട് പല സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഓരോരോ വീടുകളിലും പോകുമ്പോൾ ഒരു മലയാളി എന്നത് പോലെ തന്നെ അവരുടെ സൗഹൃദം, ഒരു മലയാളി എന്ന രീതിയിൽ നമ്മളുടെ ഒരു മലയാളത്തിൻ്റെ ഒരു ഭാഷയുടെ പേരുള്ളൊരു സൗഹൃദം പുതുക്കലും പഴയ കുട്ടികളുടെ വീടുകളിലും പോവുകയും അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാറ് സൂചിപ്പിച്ച പോലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇന്ന് മലയാള മിഷനോട് അടുത്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പണ്ട് കാലത്ത് നിന്ന് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഓരോരോ കൊല്ലം ഈ ജൂലൈ മാസത്തിൽ നമ്മൾ ഈ ഗൃഹസന്ദർശന പരിപാടി നടത്തുമ്പോൾ 100-600 കുട്ടികൾ നമ്മുടെ മിഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത്രയും ഫാമിലീസ് അതിൻ്റെ ഭാഗമാകുന്നു, അത്രയും ആൾക്കാരൊക്കെ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അത് മിഷനെ സംബന്ധിച്ചോടൊരു ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ വർഷവും നമ്മൾ ഈ ജൂലൈ 1 മുതൽ 31 വരെ ഗൃഹസന്ദർശന മാസമായിട്ട് ആചരിക്കുകയാണ്. മറ്റ് ഇന്ത്യക്കകത്തും പുറത്തും ഒരു ചാപ്റ്ററിനും പറ്റാത്ത വിധത്തിലുള്ളൊരു പരിപാടിയാണ് മുംബൈയിൽ മാത്രം നടക്കുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി. അങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് ചേർക്കുന്നത്. അതായത് 2011 സ്ഥാപിതമായ മലയാള മിഷന് 15 വർഷമാണ്. ഇത് 15ാമത്തെ വർഷമാണ്. അത് ഞങ്ങൾ ആഘോഷിക്കാൻ ഒക്കെ തീരുമാനമെടുത്ത് പോവുകയാണ്. അത്രയും സമയം തന്നെയാണ് മലയാള ഭാഷാ പ്രചാരണ സംഘത്തിൻ്റെയും കാലയളവ്. മലയാള മിഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളായിട്ട് മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്കനുസരമായിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു
നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ കയ്യൊപ്പോടുകൂടി അതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ അങ്ങോട്ട് ഒരു അക്കാഡമിക് തലത്തിലേക്കുള്ള സ്കൂളുകളിലൊക്കെ പോലെയുള്ള പ്രവർത്തനങ്ങൾ പോലെയാണ്. ആദ്യത്തെ 2 വർഷത്തെ കോഴ്സ് കണിക്കൊന്നയും, പിന്നെയുള്ള 2 വർഷം സൂര്യകാന്തിയും, പിന്നെ അങ്ങോട്ട് 3 വർഷം ആമ്പലും, പിന്നെ അങ്ങോട്ട് 3 വർഷം നീലക്കുറിഞ്ഞി. അപ്പോൾ കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പല്, നീലക്കുറിഞ്ഞി എഴുതുന്ന ഒരു കുട്ടി കേരള ഗവൺമെൻറ്റിൻ്റെ ബോർഡ് എക്സാമാണ് എഴുതുന്നത്. അപ്പോൾ അത് 10 SSCയുടെ തത്തുല്യ കോഴ്സാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ അവർക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. കേരളത്തിലെ പല PSC ടെസ്റ്റുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ഗുണമുണ്ട്. മലയാള മിഷനിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ ഓരോരോ യൂണിറ്റ് ആയിട്ടാണ്, ഓരോരോ സമാജങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങൾ. സമാജങ്ങൾ, മറ്റിതര സംഘടനകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അന്നത്തെ മുംബൈയിലുള്ള, അതായത് മലയാള മിഷനൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ പിന്നെ വസായിയിൽ ഒത്തുകൂടിയിട്ട് ഈ ഭാഷാ പ്രവർത്തനം വെറും എഴുത്തും വായനയിലൂടെ മാത്രം നടന്നാൽ പോരാ, അതിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് കലാപരിപാടികളും കൂടി ഇതിലേക്ക് ചെയ്യാന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അന്ന് വസായിൽ വെച്ചാണ് മലയാള ഭാഷാ പ്രചരണ സംഘത്തിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാകുന്നത്. ഇന്ന് പല ആൾക്കും സാറ് പറഞ്ഞ പോലെ ഒരു ഡൗട്ട്, അതായത് ഒരു സന്ദേഹത്തിൻ്റെ കാരണം വെച്ചാൽ മലയാള മിഷനിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ആൾക്കാരും മലയാള ഭാഷാ പ്രചരണ സംഘത്തിൻ്റെയും ഭാഗമാണ്. അതിൻ്റെ പ്രധാന കാരണം കുട്ടികളുടെ ഉള്ളിലുള്ള സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന കേരളത്തിലൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ പോലെയുള്ള മലയാളോത്സവം എന്ന് പറയുന്ന മറ്റെവിടെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മലയാള ഭാഷാ പ്രചരണ സംഘം. മലയാള ഭാഷാ പ്രചരണ സംഘത്തിൻ്റെ ഏറ്റവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മലയാളോത്സവം തന്നെയാണ്. അത് ഇതുപോലെ 10 സോണലുകളായിട്ട് നമ്മൾ നടത്തുന്നു. അതിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികളെ നമ്മൾ കേന്ദ്ര ഇതിലേക്ക് അങ്ങനെ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുന്നു. അപ്പോൾ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കേരളപ്പിറവി പോലെയുള്ള പരിപാടികൾ, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് മലയാള ഭാഷാ പ്രചരണ സംഘം നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മലയാള ഭാഷാ പ്രചരണ സംഘത്തിൻ്റെ മുംബൈയിലെ മലയാളികളിലേക്ക് ഭാഷയുടെ പ്രവർത്തനങ്ങൾ എത്തുക, അതായത് മുംബൈ നഗരത്തിലെ മലയാളികളെ കണ്ടെത്തുക എന്നാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് മലയാള മിഷൻ്റെ യൂണിറ്റുള്ള കുട്ടികളുടെ ഭാഷാ പഠനത്തിൻ്റെ ഗതി കുറച്ചും കൂടി വേഗമാക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ പരിപാടികൾ പങ്കെടുക്കുക, നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഒപ്പന, മാർഗംകളി, അതുപോലുള്ള നാടൻ പാട്ടുകൾ. ഇപ്പം നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് തന്നെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന പല പഴയകാല കുട്ടികളിൽ കേരളം എന്നതിൻ്റെ സംസ്കൃതിയും സംസ്കാരവും ഒക്കെ അറിയാൻ പറ്റുന്ന പരിപാടികൾക്കാണ് മലയാള ഭാഷാ പ്രചരണ സംഘം മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ അത് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് വളരെ നല്ല വിജയമായിട്ട് തന്നെയാണ് പോകുന്നത്. എന്നുവെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഞാനും അതിനകത്ത് ഒരു മത്സരാർത്ഥിയാണ്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടെ കിട്ടുന്ന പ്രതികരണം മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞ പോലെ പാട്ടിൽ കൂടെയും ഡാൻസിൽ കൂടെയും കൊടുക്കുന്ന സാഹിത്യം അത് പെട്ടെന്ന് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അത് ഉറപ്പാണ്. അത് അക്കാര്യത്തിൽ ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ശ്രീ പ്രദീപിനോടാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. ഇതിൽ തീർച്ചയായിട്ടും ഈ പഠനം നടത്തേണ്ട സമയത്ത്, അധ്യാപനം നടത്തേണ്ട സമയത്ത് ഒരു വലിയ വിഭാഗം അധ്യാപകരുടെ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബോംബെയിലെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനുള്ളിൽ ഇടയ്ക്ക് ഇതിന് എത്ര പേരെ വോളണ്ടിയറായിട്ട് കിട്ടുന്നുണ്ട്? നന്നായി പോകുന്നുണ്ടോ, അതോ അവരുടെ പുറത്ത് കൂടുതൽ പ്രഷർ വരുന്നുണ്ടോ? പോർഷൻ തീർക്കാനാണേലും വീട്ടിലെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇന്നത്തെ ബോംബെയിലെ തിരക്ക് പിടിച്ച ജീവിതമാണ്. അതിൽ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടോ? നമ്പർ ഓഫ് ടീച്ചേഴ്സ് കൂടുന്നുണ്ടോ, അതോ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ, കുറയുന്നുണ്ടോ? എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? ഇത് കുറയുന്നുമുണ്ട്, കൂടുന്നുമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കുറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ബോംബെയിലേക്ക് ആളുകൾ വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ട് ബോംബെ ആശ്രയിക്കുന്നൊരു രീതി ഇപ്പം ഇല്ല. പിന്നെ ബോംബെ നഗരത്തിൽ നിന്ന് പ്രാന്തപ്രദേശങ്ങളിലേക്ക് ജീവിത സൗകര്യങ്ങൾ കൂടുതൽ കിട്ടുമെന്നുള്ള രീതിയിൽ താമസം മാറുന്നൊരു രീതിയിൽ, ഷിഫ്റ്റിംഗ് എന്നുള്ള രീതിയിൽ താമസം മാറുന്നുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മളിതിൽ ഒരു പഠന കേന്ദ്രമാണ് വേണ്ടത്. അത് എവിടെയാണോ ഈ പഠിതാക്കൾ, നമ്മൾ അവരെ പഠിതാക്കൾ എന്നാണ് വിളിക്കുന്നത്, പഠിതാക്കൾക്ക് ഒരു പഠന കേന്ദ്രം വേണം.
ആ പഠനകേന്ദ്രം കണ്ടെത്തലാണ് ആദ്യത്തെ ചുമതല. പഠനകേന്ദ്രം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠനകേന്ദ്രം രജിസ്റ്റർ ചെയ്യുന്നത് തിരുവനന്തപുരം മലയാളം മിഷൻ്റെ സൈറ്റിലാണ്. അതിനുശേഷം പഠിതാക്കളെ കണ്ടെത്തുക. പഠിതാക്കളെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവിടെ ഉള്ള അധ്യാപകരെ കണ്ടെത്തുക. അധ്യാപകരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട് നമ്മളെ സഹായിക്കുന്നത് പഠനകേന്ദ്രവും അവിടെയുള്ള മലയാളി സമൂഹമാണ്. അങ്ങനെ സ്വമേധയാ ഭാഷാ പഠനത്തിന് വേണ്ടി മുന്നോട്ട് വരുന്ന മലയാളികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ് മലയാള മിഷൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള ഭാഷ പഠനം തന്നെ വ്യത്യസ്തമാണ്. നമ്മളെല്ലാം നാട്ടിൽ മലയാളം പഠിച്ചു വന്നിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഓറിയൻറ്റഡ് ആണ്. ഒരു അധ്യാപകർ പഠിപ്പിക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു. ഇവിടെ സ്റ്റുഡൻറ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളൊരു രീതി അവിടെ ഇല്ല. അവരിലൂടെ ആശയങ്ങൾ കൈമാറുന്നു. നമ്മൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നു. അവരുടെ ഉള്ളിലേക്ക് അവരറിയാതെ തന്നെ ഈ ആശയങ്ങൾ എത്തിച്ചിട്ട് അവരുടെ കഴിവുകളെ നമ്മൾ പുറത്തെടുക്കാനുള്ളൊരു ശ്രമമാണ്. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളൊരു രീതി തന്നെ മലയാള മിഷനിൽ ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ട്രെയിനിങ് ആണ് ആദ്യം തന്നെ കൊടുക്കുന്നത്. ആ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം സീനിയറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെയും കൂടെ നിർത്തിക്കൊണ്ട് ഇവർക്ക് വേണ്ട രീതിയിലുള്ള കുട്ടികളായിട്ട് എങ്ങനെയാണ് ഈ ആശയവിനിമയം ചെയ്യേണ്ടത്, ഈ പുസ്തകം പരിചയപ്പെടുത്തേണ്ടത്, ആ രീതിയിലാണ് ഈ പഠനം മുന്നോട്ട് പോകുന്നത്. വരുന്നുണ്ട്, എല്ലാ കൊല്ലവും നമ്മൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വമേധയാ തന്നെയാണ് വരുന്നത്. അങ്ങനെ കൂടുന്ന കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് ക്ലാസ്സുകളുടെ ബാഹുല്യം കൂടിയിട്ട് ക്ലാസ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം ഒഴിവാക്കാറുണ്ട്. അതിനു മുമ്പ് തന്നെ അവിടെ ആവശ്യമുള്ള അധ്യാപകരെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ അധ്യാപകരാക്കുന്നു. റീനാജി, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ കുറേ നാളായിട്ട് കാണുന്നത് മലയാളം മിഷൻ്റെ അധ്യാപകരിൽ ഒരു 90% കുടുംബിനികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ, മേ ബി തെറ്റായിരിക്കാം, എങ്കിലും ഈ വരുന്ന അധ്യാപികമാർക്ക് ഒരു ഓണറേറിയം പോലെ എന്തെങ്കിലും കൊടുത്ത് അവരെ ഒന്ന് കൊടുത്ത് ഇതിൻ്റെ ഒരു പെർമനൻ്റ് ലൈഫ് അംബാസിഡേഴ്സായിട്ട് മാറ്റേണ്ട ഒരു കടമ മലയാളം മിഷനില്ലേ? ഇതെനിക്ക് തോന്നുന്നു അവരെ ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാനും പിടിച്ചു നിൽക്കാനും കൂടുതൽ അവരുടെ പ്രവർത്തനം വിപുലീകരിക്കാനും അവരെ സഹായിക്കും എന്നാണ് തോന്നുന്നത്. എൻ്റെ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറയണ്ട, പക്ഷെ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മലയാള മിഷൻ എന്ന് പറയുന്നത് വലിയ കുടുംബമാണ്. ഇന്ന് നമ്മുടെ മലയാള മിഷൻ മുംബൈയിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററായിട്ട് എത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ അതിൽ ഏറ്റവും നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ടീച്ചർമാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാള മിഷൻ്റെ ഏതൊരു കമ്മിറ്റിക്കും മുകളിലാണ് ടീച്ചർമാരുടെ സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോ യൂണിറ്റിലെയും കുട്ടികളെ സാറ് പറഞ്ഞതുപോലെ അവരുടെ എല്ലാ സമയങ്ങളും, അതായത് കുടുംബത്തിലെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ ഒക്കെ വെച്ച് കഴിഞ്ഞ് ഉള്ള ഒരു ഞായറാഴ്ച, അപ്പോൾ നമ്മൾ കുടുംബത്തോട് ഇരിക്കേണ്ട ഒരു ഞായറാഴ്ച അവർ സമയം കണ്ടെത്തി, അതൊരു സമയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും, കണ്ടെത്തി അതിലേക്ക് വരുന്നു. സാറ് ചോദിച്ച പോലെ മലയാളം മിഷൻ്റെ ആദ്യകാലത്ത് ഈ പ്രവർത്തനത്തിൽ വന്നപ്പോഴൊക്കെ നമ്മുടെ പല സുജാ മാഡം, അത് കഴിഞ്ഞിട്ട് മുരുകൻ സാറ്, ഇവരൊക്കെ വന്നപ്പോഴൊക്കെ പല സ്റ്റേജുകളിൽ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മലയാളം മിഷൻ. അതായത് ഇങ്ങനെ വരുന്ന ടീച്ചർമാരെ അത്യാവശ്യം അവരുടെ ട്രാവലിംഗ് എങ്കിലും കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവർക്ക് ഒരു ഓണറേറിയം. അപ്പം മലയാളം മിഷനെ കൂടുതൽ അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവുന്നത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ച് ഇതിൻ്റെ വ്യാപ്തി കുറേ ആയി കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിൽ ടീച്ചർമാർക്കും കൂടി എന്തെങ്കിലും ഒരു തുക കൊടുക്കാൻ, ഇന്ന് നമുക്ക് കിട്ടുന്നത് വർഷത്തിൽ 5000 രൂപയാണ് ഓരോരോ യൂണിറ്റിനും ക്ലാസ്സിലേക്ക്. അത് മിക്കവാറും അവർക്ക് ചോക്ക് മറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു ചെറിയ തുകയാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിൽ ഈ സമാജങ്ങളുടെ സപ്പോർട്ടാണ്. ഏത് സംഘടനയാണോ ക്ലാസ് നടന്നത്, ചിലപ്പോഴൊക്കെ സംഘടനാപരമായിട്ട്, കാരണം നമ്മുടെ ടീച്ചർമാർ അവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ സംഘടനയാണ് അവിടുത്തെ ടീച്ചർമാർ നിശ്ചയിക്കുന്നതും മലയാളം മിഷനിലേക്ക് അവരെ തരുന്നതും. പിന്നെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവർ ടീച്ചർമാരായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഘടനാ തലത്തിൽ നിന്ന് പല ടീച്ചർമാർക്കും സപ്പോർട്ടൊക്കെ
കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളും ടീച്ചർമാർ തന്നെ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങളുള്ള ടീച്ചർമാർ വരെയുണ്ട്. ഇതിന് നമ്മൾക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് തരുന്ന 1500-ൽ കൂടുതലേക്കുള്ള മലയാളം മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നത് മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടാണ്. അതായത് സന്നദ്ധ പ്രവർത്തകർ, ഇതുമായിട്ട് ബന്ധം മാഷിയോട് ഇഷ്ടമുള്ളവർ, അപ്പോൾ അവരുടെയൊക്കെ കരുണ കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അതിന് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട്. ഓരോ വർഷം വലിയ വലിയ ചിലവുകൾ ഇതിൻ്റെ ഭാഗത്തേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ടീച്ചർമാർ എനിക്ക് തോന്നുന്നു അവരറിഞ്ഞും അവരുടെ മാതൃഭാഷയുള്ളൊരു സ്നേഹം കൊണ്ടോ ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരത് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ സർപ്രൈസ് ആകുന്ന രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് എപ്പോഴും വരികയും കുട്ടികളെ കൊണ്ടുപോകാൻ ചിലപ്പോൾ സ്വന്തം കാശെടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്രയോ ടീച്ചർമാർ മലയാളം മിഷൻ്റെ നട്ടെല്ലുകളായിട്ട് പ്രവർത്തിക്കും. ചിലപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്കുള്ള ഒരു ആവേശം ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ. ചിലപ്പോൾ ഗവൺമെൻറ് തലത്തിലും അത് പറ്റില്ലായിരിക്കും. കാരണം എന്നാലും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. പല സമയത്തും നമ്മൾ ഗവൺമെൻറ്റിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇനി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അതൊരാവശ്യം തന്നെയാണ് നമ്മൾക്കും തോന്നുന്നു. ശ്രീ പ്രദീപ്, നമുക്ക് ബോംബെയിൽ എത്ര യൂണിറ്റ് ഉണ്ട് മുംബൈ ചാപ്റ്ററിൻ്റെ അണ്ടറിൽ? ഒന്ന്. രണ്ടാമത്, ഒരു ഉദ്ദേശം എത്ര കുട്ടികൾ കഴിഞ്ഞ വർഷം, ഇപ്പോഴത്തെ പ്രവേശനോത്സവം വരാനിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞ വർഷം എത്ര കുട്ടികളുണ്ടായിരുന്നു? ബോംബെ ചാപ്റ്ററിൻ്റെ കീഴിൽ 120-ന് മുകളിൽ പഠന കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. ഈ 120 പഠന കേന്ദ്രങ്ങളിലും ഈ 4 കോഴ്സുകൾക്ക് വേണ്ടിയുമായിട്ട് 7500-ന് മുകളിൽ കുട്ടികൾ വിവിധതരം കോഴ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 260ഓളം അധ്യാപകർ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 12 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ 12 മേഖലകൾക്കും ഓരോ മേഖല കമ്മിറ്റികളുണ്ട്. അതുകൂടാതെ ഓരോരോ പഠന കേന്ദ്രത്തിനും ഒരു പഠനകേന്ദ്രം കമ്മിറ്റിയുണ്ട്. ആ പഠനകേന്ദ്രം കമ്മിറ്റിയിൽ ആ പഠനകേന്ദ്രത്തിൻ്റെ ഭാരവാഹികൾ 2 പേര്, എത്ര അധ്യാപകരുണ്ടോ അവരെല്ലാവരും, പിന്നെ രക്ഷിതാക്കൾ 2 പേര്. അങ്ങനെയുള്ളൊരു പഠനകേന്ദ്രം കമ്മിറ്റിയാണ് നിലവിലുള്ളത്. അവരാണ് ആ പഠനകേന്ദ്രത്തിൻ്റെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയും അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടെങ്കിലോ അതെല്ലാം മേഖലയെ അറിയിക്കുകയും മേഖലയിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ മേഖല പരിഹരിച്ച് അത് പറ്റിയില്ലെങ്കിൽ ചാപ്റ്ററിൽ അറിയിക്കുകയും. അപ്പോൾ അതിൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനകേന്ദ്രം കമ്മിറ്റിയിൽ നിന്ന് ഒരു കൗൺസിൽ മെമ്പറുണ്ട്. അങ്ങനെ ഈ എല്ലാ 126 പഠനകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു കൗൺസിൽ മെമ്പർ അടക്കുന്ന ഒരു ജനറൽ കൗൺസിലുണ്ട്. ആ ജനറൽ കൗൺസിലിൻ്റെ ചെയർമാൻ ഡോക്ടർ AP ജയറാംജിയാണ്. എല്ലാ പഠനകേന്ദ്രവുമായിട്ട് നേരിട്ട് സംസാരിച്ച് എല്ലാ പഠനകേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജനറൽ കൗൺസിലിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലൂടെ കഴിയുന്നുണ്ട്. പിന്നെ എല്ലാ മേഖലയിലും ഒരു കോർഡിനേറ്റർ. ആ കോർഡിനേറ്റർ ചാപ്റ്റർ കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗവും കൂടിയാണ്. അപ്പോൾ മേഖലയിലെ പ്രശ്നങ്ങൾ ചാപ്റ്ററിൽ എത്തിക്കാനായിട്ട് ഒരു ഇടനില പോലെ നിൽക്കുന്ന 2 ഇവിടുത്തെ കാര്യങ്ങൾ അവിടെയും അവിടുത്തെ കാര്യങ്ങൾ ഇവിടെയും അത് അറിയിച്ചുകൊണ്ട് നല്ല സുഗമമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കോർഡിനേറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കണിക്കൊന്ന നമ്മുടെ ആദ്യത്തെ ഫൗണ്ടേഷൻ കോഴ്സാണ്. അത് ഏത് വയസ്സിലാണ് പെർമിറ്റ് ചെയ്യുന്നത്? 6 വയസ്സ് കഴിഞ്ഞാലാണ് കണിക്കൊന്നയ്ക്ക് ഔദ്യോഗികമായിട്ട് പഠിതാവായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പർ ലിമിറ്റ് ഇല്ല. മുകളിലേക്ക് ഏത് പ്രായം വരെ ആകാം. ഭാഷ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആർക്കും ഏത് പ്രായത്തിലും. അത് മലയാളികളാണെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പം മലയാള ഭാഷ പ്രചരിപ്പിക്കുകയാണല്ലോ. അല്ല, അപ്പം ഈ നീലക്കുറിഞ്ഞി ഇതിൻ്റെ കൾമിനേഷൻ പോയിന്റ്. നീലക്കുറിഞ്ഞി വരെ തുടർച്ചയായിട്ടൊരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്യണം? 10 കൊല്ലം. 10 കൊല്ലമുണ്ട്. ആദ്യത്തെ 2 കൊല്ലം കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ പരീക്ഷ എന്നുള്ള രീതിയിലല്ല നടത്തുന്നത്. നമ്മളത് പഠനോത്സവം എന്നാണ് അതിന് പറയുന്നത്. അത് ചാപ്റ്റർ തലത്തിലാണ് പഠനോത്സവം നടത്തുന്നത്. ആ കുട്ടികൾക്ക് ഒരു നമ്മൾ സാധാരണ പരീക്ഷ എന്ന് പറയുമ്പോൾ ആ പരീക്ഷയുടെ ഭയം അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ എന്താണ് ഒരു പ്രത്യേക
മാനസികാവസ്ഥയിലായിരിക്കും കുട്ടികളൊക്കെ പോകുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ നമ്മൾ കളിച്ച് ചിരിച്ച് പാട്ടുകൾ പാടി മിഠായി വിതരണം ചെയ്ത് ചെറിയ ചെറിയ കളികളൊക്കെ കളിച്ച് കുട്ടികളെ നമ്മൾ അതിന് മഞ്ഞുരുക്കൽ എന്നാണ് പറയുന്നത്. ആ കുട്ടികളെ നമ്മൾ ഈ മെന്റലി പഠനോത്സവത്തിലേക്ക് കൊണ്ടുവന്ന് അവർ പോലും അറിയാതെ ഈ പഠനോത്സവം കഴിയണം. അങ്ങനെയാണ് കണിക്കൊന്ന. അതുമല്ല, നമ്മൾ സാധാരണ രീതിയിലുള്ള വാക്കുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതിയല്ല നമ്മൾ പിന്തുടരുന്നത്. അത് ആ ക്ലാസ്സിൽ അധ്യാപകർ അതിനു വേണ്ടിയായിട്ട് പാഠാസൂത്രണം തയ്യാറാക്കി അവർ കുട്ടികളായിട്ട് ആശയവിനിമയം ചെയ്തു. കുട്ടികളാണ് ഇതിൽ എന്താ പറയുന്നത്, കേന്ദ്രബിന്ദു കുട്ടികളാണ്. അത് 2 കൊല്ലത്തെ കോഴ്സ് പാസ്സായി കഴിഞ്ഞാലും പിന്നെ അടുത്ത 2 കൊല്ലം സൂര്യകാന്തി 2 കൊല്ലം അതും ഇതേപോലെ പഠനോത്സവമാണ്. അത് കഴിഞ്ഞിട്ട് 3 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സ് ആമ്പൽ കഴിഞ്ഞിട്ട് പിന്നത്തെ 3 കൊല്ലം നീലക്കുറിഞ്ഞിക്ക് പഠനോത്സവമല്ല, എക്സാമാണ്, പരീക്ഷയാണ്, സീരിയസ് ആണ്. അത് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ അണ്ടറിൽ സാംസ്കാരിക വകുപ്പ്, എഡ്യൂക്കേഷൻ ബോർഡ്, വിദ്യാഭ്യാസ വകുപ്പും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഇപ്പം അടുത്ത ഞായറാഴ്ച നീലക്കുറിഞ്ഞിയുടെ പരീക്ഷ ഇവിടെ നടക്കുന്നുണ്ട്. നീലക്കുറിഞ്ഞി പാസ്സായവർക്ക് 10th നമ്മുടെ നാട്ടിലെ 10th പാസ്സായ മലയാളം പാസ്സായ എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ വായിച്ച് കേട്ടത്. അപ്പോൾ ആ ലെവലിൽ തന്നെ മലയാളം അത് പഠിപ്പിക്കുന്നുണ്ടോ അന്നേരം? ആണ്. നീലക്കുറിഞ്ഞി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ PSC അംഗീകരിച്ചിട്ടുള്ള 10ാം ക്ലാസ് തത്തുല്യ യോഗ്യതയായിട്ട് ഇത് കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിലേക്ക് നേരിട്ട് ഇത് യോഗ്യതയായിട്ട് കണക്കാക്കുന്നുണ്ട്. PSCയിൽ ഇത് യോഗ്യതയായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് SSC കഴിഞ്ഞ് വരുന്നൊരു കുട്ടിയും നീലക്കുറിഞ്ഞി പോസ്റ്റ് ഡിപ്ലോമ കോഴ്സ് പാസ്സായ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഈ യോഗ്യതയ്ക്ക് ആ ഗ്രേസ് മാർക്കും കൂടെ കിട്ടുന്നു. മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ മുംബൈ ചാപ്റ്റർ വളരെ തിളക്കമാർന്ന പ്രകടനം നടത്തുന്നു എന്നാണ് വായിച്ചറിഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താണ് ഇത്ര വലിയൊരു വിജയത്തിന് കാരണം? അത് ആരൊക്കെയായിരുന്നു? അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് 2023 അതായത് കണിക്കൊന്ന കോഴ്സിൻ്റെ ഏറ്റവും നല്ല മികച്ച രീതിയിൽ കണിക്കൊന്ന കോഴ്സ് ഈ എല്ലാ ചാപ്റ്ററുകളിലും വെച്ചിട്ടുള്ളതിൽ കണിക്കൊന്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം മുംബൈ ചാപ്റ്ററിനായിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ, അത് എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഇങ്ങനെ കണിക്കൊന്നയ്ക്കുള്ള പുരസ്കാരം 2023 മുംബൈക്ക് കിട്ടി. അതുകൂടാതെ തന്നെ നമ്മുടെ മറ്റൊരു തിളക്കമാർന്ന വിജയം എന്ന് പറഞ്ഞാൽ 2025 നമ്മൾക്ക് എല്ലാ വർഷവും കേരളത്തിൽ ബോധി പരിശീലനം എന്ന് പറഞ്ഞിട്ട് ടീച്ചർമാർക്ക് അതിൽ നിന്ന് 10-20 ടീച്ചർമാർ ഓരോ ചാപ്റ്ററിൽ നിന്ന് അവിടെ എത്തുകയും കേരളത്തിൽ 4-5 ദിവസത്തെ പരിശീലനങ്ങൾ. അപ്പോൾ ബോധി പുരസ്കാരം ഒരു പുരസ്കാരം നമ്മുടെ മുംബൈ ചാപ്റ്ററിൻ്റെ നവി മുംബൈയിലുള്ള നിഷ പ്രകാശ് എന്ന് പറയുന്ന ടീച്ചർക്കാണ് കിട്ടിയിരുന്നത്. ഇത് രണ്ടും മലയാള മിഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമായിരുന്നു. തീർച്ചയായിട്ടും. ഇത് കൂടാതെ കണ്ട് സുഗതകുമാരി ടീച്ചറിൻ്റെ നിര്യാണത്തിന് ശേഷം, കാരണം സുഗതകുമാരി ടീച്ചർ മലയാള മിഷൻ്റെ പ്രവർത്തക സമിതിയിലൊക്കെ അംഗമായിരുന്നു. അതിനുശേഷം നമ്മൾ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് തന്നെ മലയാള മിഷൻ പരിപാടി നടത്തുന്നുണ്ട്. ആ പരിപാടി ആദ്യം നമ്മൾ മേഖലാതലത്തിൽ നടത്തും. അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾ, അതായത് ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ, ഈ 3 തലത്തിൽ ഈ കുട്ടികളെ നമ്മൾ ചാപ്റ്റർ തലത്തിൽ നടത്തും. പിന്നെ ആഗോളതലത്തിൽ ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ മുംബൈയിൽ എല്ലാ വർഷവും പല കുട്ടികൾക്കും ആഗോളതലത്തിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിന് കാവ്യാലാപന മത്സരത്തിൽ. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ ഒരു തിളക്കമാർന്ന നേട്ടമാണ്. ഇത് നമ്മൾക്ക് കിട്ടിയ അവാർഡുകളല്ല ഇതുപോലെ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നീലക്കുറിഞ്ഞി പാസ്സായ ഈ വെസ്റ്റേൺ മേഖലയിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇന്ന് സ്വന്തമായിട്ട് നാടകങ്ങൾ രചിക്കുകയും നാടകങ്ങൾ അവതരിപ്പിക്കുകയും മലയാള ഭാഷാ പ്രചരണ സംഘത്തിൻ്റെ നാടകോത്സവത്തിൽ 1ാം സമ്മാനം കിട്ടിയ മലയാള മിഷൻ്റെ കുട്ടികൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പഠിതാവ് നീലക്കുറിഞ്ഞി പരീക്ഷയ്ക്ക് ശേഷം ടീച്ചറാകുകയും ഓക്കെ അവർ ഇന്ന്
മേഖലയുടെ സാരഥിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, സമാജങ്ങളിലൂടെ നമ്മളൊക്കെ വളർന്നു. ഇന്ന് പല സ്ഥലത്തും സമാജങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വരും കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഇതിലേക്കൊക്കെ പ്രാപ്തരാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ മലയാളം മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പരീക്ഷ 12 വർഷം കഴിഞ്ഞപ്പോഴാണ്. കാരണം ഗവൺമെൻറ് നടത്തുന്ന ബോർഡ് നടത്തേണ്ടതാണല്ലോ. അപ്പം മിഷൻ അതിൻ്റെ അംഗീകാരം കിട്ടണം. അപ്പം നമുക്ക് 12 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ നീലക്കുറിഞ്ഞി പരീക്ഷ നടത്തിയത്. അന്ന് ബോംബെയിൽ നിന്ന് 21 കുട്ടികളാണത് നല്ല മാർക്കോടെ 98 വരെ മാർക്കോടെ പാസ്സായ കുട്ടികൾ. ഇപ്പം നേരത്തെ സാറ് ചോദിച്ചതുപോലെ മലയാളത്തിൻ്റെ നല്ല ഇതായിട്ട്, അതായത് മലയാളം ഈ ബുക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മുടെ സംസ്കാരം, നമ്മുടെ നവോത്ഥാന നായകന്മാർ, സാമൂഹ്യമായ പ്രസക്തികൾ ഒരുപാട്. അതായത് എന്താണ് ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത്, അത് വെറും ഒരു വായനക്കപ്പുറത്തേക്ക് സാമൂഹ്യ ബോധവും അങ്ങനെയൊക്കെ. ഇന്നൊരു എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ പല മൂല്യച്യുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ വേരുകളുടെ നന്മയും അതിൻ്റെ എന്താണോ യാഥാർത്ഥ്യവും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോൾ അവരെ നല്ലൊരു പൗരന്മാരായിട്ട് വളർത്താനുള്ളൊരു വലിയ ഒരു കാര്യം മിഷൻ നടത്തുന്നുണ്ട്. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ എക്സസൈസ്, പല വീടുകളിലും ചെന്ന് എല്ലാവരെയും കാണുക, കുട്ടികളെ കൂടുതൽ എൻറോൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക, അങ്ങനെ ഒരു വലിയ കാര്യം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് അത്ര വലിയൊരു ഗ്രൗണ്ട് വർക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവർ പക്ഷേ ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ പ്രവർത്തനങ്ങൾ. ഈ വർഷം അത് എപ്പോഴത്തേക്കാണത് പ്ലാൻ ചെയ്യുന്നത്? ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയാണ് ഗൃഹസന്ദർശന മാസം. ഒരു മാസം. പക്ഷെ അത് ആഗസ്റ്റ് 9 പ്രവേശനോത്സവം നടക്കുന്നത് വരെ ഗൃഹസന്ദർശനം നടന്നുകൊണ്ടിരിക്കും. അത് മേഖലാ തലത്തിലായിരിക്കുമോ പ്രവേശനോത്സവം? അത് അങ്ങനെയില്ല. അങ്ങനെയില്ല. ഇത് ഗൃഹസന്ദർശനം ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വം പഠന കേന്ദ്രങ്ങൾക്കാണ്. പിന്നെ മേഖലാ ഭാരവാഹികളും ചാപ്റ്റർ ഭാരവാഹികളും അവരെല്ലാവരും ഏതെങ്കിലും ഒരു പഠന കേന്ദ്രത്തിൽ ഭാരവാഹികളായിരിക്കും. അപ്പോൾ 3 വിഭാഗത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് നോക്കുന്നത്. ഒന്ന്, എല്ലാ വീടുകളും സന്ദർശിക്കുക എന്നുള്ളതാണ്. അവിടെ കുട്ടികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എല്ലാ മലയാളി വീടുകളും സന്ദർശിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ചോദിക്കാത്തൊരു ചോദ്യത്തിനും കൂടെ മറുപടി പറയാം. കൊഴിഞ്ഞു പോക്ക്. അത് നമ്മൾ ഇത്രയും വലിയ ഒരു പ്രവേശനോത്സവമൊക്കെ നടത്തി കുറച്ചധികം കുട്ടികൾ വന്നതിന് ശേഷം അത് തുടർച്ചയായിട്ട് നമുക്കൊരിക്കലും നീലക്കുറിഞ്ഞിലേക്ക് എത്തുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് കൊഴിഞ്ഞു പോക്കുണ്ടാകുന്നു. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണണം എന്നുള്ള രീതിയിൽ മലയാളം മിഷൻ്റെ കേരളത്തിലുള്ള ഭാരവാഹികൾ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ലാറ്ററൽ എൻട്രി എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവരാം. ആ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞപ്പോൾ കണിക്കൊന്ന വന്നു പരീക്ഷ എഴുതാനായിട്ട് അല്ലെങ്കിൽ പഠനോത്സവത്തിന് പറ്റാതെ പോയൊരു സാഹചര്യം. അപ്പം പിന്നെ തുടർന്ന് പഠിക്കാനായിട്ടുള്ള സാഹചര്യം അവിടെ ഇല്ല. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് സൂര്യകാന്തിയിലേക്കുള്ള ലാറ്ററൽ എൻട്രിയുടെ നടത്തിയിട്ട് അതിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, അവർ പ്രാപ്തരാണോ എന്നുള്ളത് ഒരു മോഡൽ എക്സാം പോലെ ചെയ്തിട്ട് പിന്നെ ലാറ്ററൽ എൻട്രി നമ്മൾ ഈ പഠനോത്സവത്തിനോടൊപ്പം ചെയ്യുക. അങ്ങനെ കൊഴിഞ്ഞുപോയ കുറച്ചധികം കുട്ടികളെ തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം എന്നത് ഇത് അശ്വതി നമ്മുടെ പവായ് സാക്കനാക്ക മേഖലയിലെ പ്രോഗ്രസീവ് ആർട്സ് ക്ലബിൻ്റെ യൂണിറ്റിലെ ആമ്പൽ പഠിതാവാണ്. ഭാഷയെ പരിപോഷിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ സംസ്കാരം എല്ലാ മലയാളി കുടുംബങ്ങളിലും എത്തിക്കാനും നിരന്തരം ശ്രമിക്കുന്ന മലയാളം മിഷനും മലയാള ഭാഷാ പ്രചരണ സംഘത്തിനും 2 കൂട്ടർക്കും കേരള ഇൻ മുംബൈയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാ സഹായവുമായി ഞങ്ങളും കൂടെ ഉണ്ടാകും. ഞങ്ങളും ഈ മേഖലയിൽ തന്നെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാനും അത് പരിപോഷിപ്പിക്കാനും തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് കേരള ഇൻ മുംബൈയുടെ എല്ലാ ആശംസകളും അതോടൊപ്പം പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.